നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് രേവതി സച്ചിയും കൂടെ സംസാരിക്കണ സമയത്താണ് സച്ചി രേവതിയോട് ആ കാര്യം പറയണേ. രേവതി, നാളെ നീ ക്ഷേത്രത്തിലേക്ക് ചെല്ലണം. മാനേജറെ കണ്ട് ആ CCTV ദൃശ്യങ്ങളൊക്കെ ചോദിക്കണം. 5 ലക്ഷം രൂപ ശ്രുതിയും ചേർന്ന് വിശ്വനാഥന് കൈമാറുന്ന ആ വീഡിയോസ് CCTV ദൃശ്യങ്ങൾ പതിഞ്ഞു കാണും. അത് കിട്ടുവാണെങ്കിൽ അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു. അതൊരു നല്ല കാര്യമായിട്ട് രേവതിക്കും തോന്നി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അങ്ങനെ സച്ചി കോൾ എടുത്തിട്ട് സംസാരിക്കുകയാണ്. ആണോ? ആ ശരി, എങ്കിൽ നാളെ എത്താന്നൊക്കെ പറഞ്ഞു. കോള് കട്ട് ചെയ്തിട്ട് സച്ചി പറഞ്ഞു, അതെ ഒരു കോൾ അടിച്ചെന്ന് പറഞ്ഞു. എന്താ സച്ചിയേട്ടാ? 3 ദിവസത്തെ ഒരു പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞു. 3 ദിവസത്തെ പാക്കേജോ? അതെ, 2 പേര് വരുന്നുണ്ട്. അപ്പൊ അവരെ 3 ദിവസത്തേന് ഈ സ്ഥലങ്ങളൊക്കെ ചുറ്റിയടിച്ചുകൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. 3 ദിവസത്തെ ഓട്ടത്തിന് കാര്യത്തിൽ ഇനി പേടിക്കണ്ടെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ആ നല്ല കാര്യമല്ല സച്ചിയേട്ടാ, റൂം പണിയാനായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. സച്ചി പറഞ്ഞു, അത് ശരിയാ, ഇങ്ങനെ കുറെ ഓട്ടങ്ങൾ കിട്ടിയാൽ മതി, നമുക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു. സച്ചിയും ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ ശ്രുതി മീരയെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും മീര ചോദിച്ചു, എന്താ ശ്രുതി, എവിടെയെങ്കിലും നിന്നെ കാണുന്ന പോലും ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു. ഒന്നും പറ്റാനൊന്നുമില്ല, ഇനിയിപ്പൊ എന്ത് ചെയ്യാനെന്ന് പറ. അല്ല കാര്യം എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞില്ല. ആകെ പറ പ്രശ്നത്തിലായിരിക്കുക. പ്രശ്നത്തിലോ? എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇനി 1-2 കാര്യങ്ങൾ ചെയ്താലേ മതിയാവുള്ളൂ. ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. അത് കേട്ടപ്പോ മീര പറഞ്ഞു, നീ കാര്യം പറയാതെ ഞാൻ എങ്ങനെയെന്ന് ഊഹിച്ചെടുക്കുമെന്ന് ചോദിച്ചു. അതെ, ആ വിശ്വനാഥൻ ഉണ്ടല്ലോ, 30 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോയവന്, അവന്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആ ക്ഷേത്രത്തില് കൊണ്ട് ഞാൻ അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയില്ല, 5 ലക്ഷം രൂപ. അപ്പൊ അവിടെ കാണും. ആ ക്ഷേത്ര കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോ അത് വീഡിയോസ് കിട്ടും. അതിനിപ്പം നമ്മൾ എന്ന് ചോദിച്ചാൽ കിട്ടുവോ? അത് ചോദിക്കേണ്ട പോലെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രയോജനം ചെയ്യുമെന്ന് പറഞ്ഞു. നീ കാര്യം പറ. ആ വീഡിയോസ് കിട്ടുവാണെങ്കിൽ ആ വിശ്വനാഥനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, വിശ്വനാഥനെ കണ്ടെത്തണം. അല്ല, കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്കൊരു കാര്യം ചെയ്യാം, ആന്റണിയെ ഏൽപ്പിക്കാന്ന് പറഞ്ഞു. ആന്റണിയെയോ? അതെ, ഞാൻ നോക്കിയിട്ട് അതാണൊരു മാർഗം. ഈ വീഡിയോസ് എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ ആന്റണിയെ ഏൽപ്പിക്കാം. ആന്റണി എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഉപകാരം ചെയ്തു തരാതിരിക്കില്ല എന്ന് പറഞ്ഞു. മീര പറഞ്ഞു, അത് വേണോ? അവന്റെ കഷ്ടത്തിൽ പോയി തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാലോ. അതൊന്നും സാരമില്ല, നമുക്ക് നോക്കാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഇത്തവണ എന്താണെങ്കിലും ആ വിശ്വനാഥനെ കൊടുക്കാനായിട്ട് സാധിക്കും. ആന്റണിയോട് പറയുവാണെങ്കിൽ ആന്റണി അവനെ കണ്ടെത്തി തരൂന്നൊക്കെ പറഞ്ഞു. മീര പറഞ്ഞു, നല്ല കാര്യം തന്നെയാ, പക്ഷെ 30 ലക്ഷം രൂപ അത് കിട്ടുമോന്ന് ചോദിച്ചു. കിട്ടണം, സച്ചിയും രേവതിയും കണ്ടെത്താന്നൊക്കെ പറഞ്ഞു. പക്ഷെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ലക്ഷം രൂപ സുധിക്കോ എനിക്കൊന്നും കിട്ടത്തില്ല. ആ പണം മിക്കവാറും അച്ഛന്റെ അക്കൗണ്ടിലേക്ക് പോകത്തുള്ളൂ. അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ആന്റണിയെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുവാണെങ്കിൽ ആന്റണി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അവന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീര പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാ, പക്ഷേ സാരമില്ല, നമുക്ക് അയാളൊന്ന് പോയി കാണാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മീരയും കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് ശരത്തും രേവതി സച്ചിയോട് സംസാരിക്കുവാണ്. അപ്പോൾ സച്ചി ശരത്തിനോട് ചോദിച്ചു, എടാ ഈ പറയുന്ന ശ്രുതി തന്നെയാണല്ലോ ആന്റണിയുടെ ഓഫീസിലേക്ക് വന്നത്, നിനക്ക് ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിച്ചു. അയ്യോ അതെ സച്ചേട്ടാ, ഞാൻ ഇതിനെ കള്ളത്തരം പറയണേ, ഞാൻ അവരെ കണ്ടതും കൂടെ അല്ലേ, അവർ വന്നപ്പോ ഞാൻ അവിടെ നിന്ന് മാറിയതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, എന്നാലും എന്തിനായിരിക്കും അവളവിടെ ഒന്ന് പണം വാങ്ങിയത്? വലിയ കോടീശ്വരിയല്ലേ, എന്നിട്ട് പിന്നെ അവിടെ ഒന്ന് പണം മേടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല സച്ചേട്ടാ കോടീശ്വരാന്ന്. കോടീശ്വരി ആണെങ്കിൽ ഒരു കാരണവശാലും അവൾ അങ്ങനെ പണം മേടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വേറെ എന്തൊക്കെയോ ടിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. ആന്റണി അവളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അതെന്താന്ന് അറിയില്ല എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, ആ കണക്ഷൻ എന്താന്ന് നമ്മൾ കണ്ടെത്തേണ്ടേ. ആന്റണിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവളൊന്നും ഞെട്ടിയായിരുന്നു ശ്രുതി. അതിനെന്തേലും ഒരു കാരണം ഇല്ലാതിരിക്കില്ല, പക്ഷെ ആ കാരണം നമ്മൾ കണ്ടെത്തിയാലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ പറഞ്ഞു. സച്ചി പറഞ്ഞു, അതേ കാലമൊന്നും ഇങ്ങനെ ഒളിച്ചുകളി നടക്കില്ല, ഒടുവിൽ പിടിക്കപ്പെടുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞു. ശരത്ത് പറഞ്ഞു, സച്ചേണ് ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അധികം വൈകാതെ തന്നെ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയൂന്നൊക്കെ പറഞ്ഞു. ഈ സമയം ശ്രുതിയും മീരയും കൂടെ ആന്റണിയെ വിളിച്ചിട്ട് കാത്തു നിൽക്കുവാണ്. അപ്പോഴേക്കും മീര ചോദിച്ചു, അല്ല ശ്രുതി, നീ എന്തിനാ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? അവന്റെ ഓഫീസിലേക്ക് ചെന്നാൽ പോരായിരുന്നോ? അവനെ കാണാൻ പറ്റില്ലായിരുന്നു എന്ന് ചോദിച്ചു. എടി മന്ദബുദ്ധി, അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എന്നെ പരിചയമുള്ള ആരെങ്കിലും വന്ന പണി വാളില്ലേ? ഓ അത് ശരിയാണല്ലോ,
ഇതിനു മുമ്പ് ഞാൻ അവന്റെ ഓഫീസിലേക്ക് ചെന്നോണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അറിയാലോ. ആ ശരത്ത് എന്ന് പറയുന്നവൻ എന്നെ കണ്ടു ഒടുവില് പറഞ്ഞു കൊടുത്തു രേവതിയോട്. ആകപ്പാടെ പ്രശ്നം ഉണ്ടായത് അങ്ങനെയാണ്. ഇനിയും കൂടെ പോയി തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? മീര പറഞ്ഞു. അത് ശരിയാ, നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആന്റണി അങ്ങോട്ടേക്ക് വരുന്നത്. ആന്റണി ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, എന്തിനാന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അല്ല, കാര്യം പറഞ്ഞില്ല. കാര്യമൊക്കെ പറയാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ശരത്തിന്റെ വീഡിയോ. ആ വീഡിയോസ് പ്രചരിപ്പിച്ച എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ സച്ചിൻ രേവതി അറിഞ്ഞിട്ടുണ്ട്. അവർക്ക് സംശയമുണ്ട് ആന്റണി എന്ന് പറഞ്ഞു. ആന്റണി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അത് കേട്ടപ്പോൾ ആന്റണി പറഞ്ഞു, അയാൾ അറിഞ്ഞു, എനിക്കിപ്പോ എന്താ അങ്ങനെ പേടിച്ചോടാനുണ്ടെന്നും ഈ ആന്റണി തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ശ്രുതി വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ഞാനും എന്റെ ഭർത്താവും ചേർന്ന് ഒരു വീട് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആന്റണി. ആ വീടിന് അഡ്വാൻസ് പേയ്മെന്റ് നടത്തി 30 ലക്ഷം രൂപ. പക്ഷെ അയാളൊരു ഫ്രോഡായിരുന്നു. അയാളുടെ വീടായിരുന്നില്ല. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ആന്റണിയോട് ശ്രുതി പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ പണം 30 ലക്ഷം രൂപ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ആ പണം കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആന്റണി പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷെ ഇതും കൊണ്ട് എനിക്കെന്താ ലാഭം, എനിക്കെന്താ ഗുണം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ അതറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാനായിട്ട്. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ആന്റണി പറയുന്നത് ഞാൻ തരാം, പൈസ തരാമെന്ന് പറഞ്ഞു. എങ്കിൽ എനിക്കൊരു 60,000 രൂപ വേണമെന്ന് പറഞ്ഞു. 60,000 വെച്ചാൽ കൂടുതലല്ലേന്ന് ചോദിച്ചു. കാര്യം നടക്കണേ മതി. ഒടുവിൽ 60,000 രൂപ ഒക്കെ കൊടുക്കാന്ന് ശ്രുതി സമ്മതിക്കുകയാണ്. ഈ സമയത്ത് മീര ചോദിച്ചു, അല്ല, വേറൊരുത്തരുണ്ടായിരുന്നല്ലോ, ഒരു നവീൻ പിയെ, അവന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു. അവനെ കൊണ്ട് കൊന്നു കളഞ്ഞോ, അവൻ ജീവനോടെ ഉണ്ടോന്ന് ചോദിച്ചു. ആന്റണി പറഞ്ഞു, അവന്റെ കാര്യത്തെക്കുറിച്ച് നിർത്തും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നല്ലേ, അതുകൊണ്ട് ഇനി അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്നും വരാനൊന്നും പോകുന്നില്ല, അവൻ പോയ വഴി പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിക്കും മീരയ്ക്കും കുറച്ച് സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് സച്ചി എന്ത് ചെയ്തു, ഒരു ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഓട്ടത്തിൽ ആളെ എടുത്തോണ്ട് പോവാണ്. അപ്പൊ പ്രായമുള്ളൊരു അച്ഛനും അമ്മയും കൂടെ ആയിരുന്നു. സച്ചി അവരെ പരിചയപ്പെടുകയാണ്. വീട് എവിടെയാ എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു, അതെ, ഞങ്ങള് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ ഇല്ല. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്റെ കുഞ്ഞുനാളിൽ ഞാൻ മലേഷ്യക്ക് പോയതെന്ന് പറഞ്ഞു. മലേഷ്യയിലോ? അതെ, മലേഷ്യയില്. പിന്നെ അവിടെയായിരുന്നു, അച്ഛനും അമ്മയ്ക്കും അവിടെ ആയതുകൊണ്ട് പിന്നെ അവിടെ തന്നെയായിരുന്നു. ഇതെന്റെ ഭാര്യ, അവളുടെ നാട് ഇവിടെ കേരളത്തിൽ തന്നെയാണ്. പക്ഷേ എങ്കില് അവളും മലേഷ്യയിലേക്ക് വന്നാണ്. അവള് ചെറുതിലെ മുതൽ അവിടെയായിരുന്നു പറഞ്ഞു. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. അല്ല, പിന്നെന്ത് പറ്റി ഇപ്പൊ? അതെ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് വരും. ഇത്തവണ നോർത്ത് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങി അടിച്ചു. ഇനിയിപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ, ഇവിടെ കുറെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഇവിടെ കുറെ നല്ല നല്ല ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എല്ലാം കൊണ്ട് ഞാൻ കാണിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞു, അത് മാത്രമല്ല സച്ചി, ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹത്തിന്റെ 60-ാം പിറന്നാളാന്ന് പറഞ്ഞു. 60-ാം പിറന്നാളോ? അതെ, 60-ാം പിറന്നാളാ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒന്ന് അടിച്ചു പൊളിക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ പുള്ളിക്കാരൻ പറഞ്ഞു, സച്ചി, ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ? അല്ല, ക്ഷേത്രമുണ്ട്, കുറച്ച് പൂജകളൊക്കെ നടത്തണമായിരുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നല്ലൊരു ക്ഷേത്രമുണ്ട്. ഒരു കാര്യം ചെയ്യാം, എന്ത് പൂജയാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചു പറയാം. എന്റെ ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞ ക്ഷേത്രത്തിനോട്. ആണോ? അങ്ങനെ പിന്നെ പൂജയുടെ പേരൊക്കെ പറഞ്ഞു. ഒരു സച്ചി ദേവതയെ വിളിക്കുവാണ്. ദേവതയെ വിളിച്ചിട്ട്, നീ എവിടെയാ? അതെ, ഞാൻ അമ്മയുടെ പൂക്കടയുടെ ഉണ്ട്. അന്ന് ഒരു കാര്യം ചെയ്യാം, നീ തിരുമേനിയെ പോയി കണ്ട് ഞാൻ പറയുന്ന പൂജ കഴിപ്പിക്കാൻ പറയണമെന്ന് പറഞ്ഞു. നമുക്കൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഗസ്റ്റിന് വേണ്ടിയിട്ടാന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, ശരി സച്ചേട്ടാന്ന് പറഞ്ഞു. കോള് കട്ട് ചെയ്തിട്ട് ലക്ഷ്മിയമ്മോട് പറഞ്ഞു, അമ്മ ഞാനിപ്പോ വരാം, ഒരു പൂജയ്ക്ക് കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞ് രേവതി ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോയി. സച്ചിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അവരെയും കൊണ്ട് യാത്ര പോകാനായിട്ട്. കാരണം നല്ല വൈബായിരുന്നു അവര്. എന്തിനും ഏതിനും സഹകരിച്ച് നന്നായിട്ട് സംസാരിച്ച് പോകുന്ന രണ്ടുപേര്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് പൂക്കടയിലേക്ക് വന്നു. ആ സമയം ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല, നീ കോളേജിൽ പോകാൻ തുടങ്ങുവാണ്? അതെ. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ ഇനിയിപ്പോ നിൽക്കണ്ട, പോയിക്കോ, ഇപ്പൊ തന്നെ സമയം വൈകില്ലേന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ആന്റണിയും കൂട്ടിനും കൂടെ വരുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ നീയുമായിട്ട്? അതറിയില്ലമ്മേ എന്ന് പറഞ്ഞു. ദൈവമേ, ഓരോ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോഴത്തേനും ഓരോന്ന് വന്നുകൊണ്ടിരിക്കുവല്ലോ, ഇനി എന്ത് ചെയ്യും? ആന്റണിയൊക്കെ ബൈക്ക് നിർത്തിയിട്ട് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോകുന്ന കാഴ്ച കണ്ടേ. അത് കണ്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മ ചോദിച്ചു, ഇവരെന്താ ക്ഷേത്രത്തിലേക്ക് പോകുന്നേ? ദേവ് പറഞ്ഞു, അത് ശരിയാണല്ലോ, ഇനിയിപ്പോ ക്ഷേത്രത്തിനകത്ത് വല്ല കൊട്ടേഷനും ഏറ്റെടുത്തിട്ടുണ്ടോ? ആര് കണ്ടു? ശരത്തിന് ആപ്പാ ടെൻഷനായി. അപ്പോഴേക്ക് ശരത്തി ചോദിച്ചു, അല്ല, രേവതി ചേച്ചി വന്നിട്ടില്ലേ? രേവതി ചേച്ചി ക്ഷേത്രത്തിനകത്തില്ലേന്ന് ചോദിച്ചു. ഉണ്ട്,
എങ്കിലും ഇനിയിപ്പോൾ രേവതി ചേച്ചിയുടെ അടുത്തേക്കാനും പോയതാണോ, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ലക്ഷ്മിയമ്മ കയ്യെ കയറി പിടിച്ചു. വേണ്ട, ഇപ്പം നീ അങ്ങോട്ട് വന്ന് ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മേ, വേണ്ട, ശരിയാകത്തില്ല. അവൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ ശരത്തിനോട് പറയണ. ശരത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഇനി തന്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു പേടിയൊക്കെ ശരത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.